കുന്തി മാതാവ് തൻ്റെ പുത്രനാകുന്നു കർണൻ എന്നുള്ള സത്യം കർണന്റെ സമക്ഷം സൂര്യദേവനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു. തുടർന്ന് ആ മാതാവ് അവൻ പാണ്ഡവന്മാരിൽ ഒരാളാകുന്നു എന്നുള്ള സത്യവും പറയുന്നു. ഇത് കേട്ടുകൊണ്ട് സൂര്യഭഗവാൻ കർണനോട് ഇപ്രകാരം പറയുന്നു: കുന്തി പറഞ്ഞത് സത്യമാകുന്നു. കർണ, നീ അമ്മയുടെ മൊഴി പൂർണ്ണമായും അനുസരിക്കുക. അങ്ങനെ ചെയ്താൽ നിനക്ക് ശ്രേയസ് ഉണ്ടാകും. ഇപ്രകാരം അമ്മയും അച്ഛനും പറഞ്ഞെങ്കിലും സത്യദൃഢനായ കർണന്റെ മനസ്സ് ഇളകിയില്ല. കർണൻ സൂര്യദേവൻ കേൾക്കെ മാതാവായ കുന്തിയോട് മറുപടി പറഞ്ഞു: ക്ഷത്രിയെ, ഭവതി പറഞ്ഞ വാക്കിൽ ഞാൻ ശ്രവിക്കുന്നില്ല. ഭവതിയുടെ ആജ്ഞ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ധർമ്മത്തിൻ്റെ മാർഗം നശിച്ചു പോകും. എനിക്ക് മഹാനാശം സംഭവിക്കുന്ന വിധത്തിലുള്ള ദോഷകരമാണല്ലോ ഭവതി എനിക്ക് വേണ്ടി ചെയ്തത്. ഭവതി എന്നെ ഉപേക്ഷിച്ചത് എൻ്റെ യശസ്സിനും കീർത്തിക്കും നാശമാണ് ചെയ്തത്. ഞാൻ ക്ഷത്രജാതനാണെങ്കിൽ ക്ഷത്രിയനെന്ന് ഏൽക്കേണ്ട സൽകീർത്തി എനിക്ക് ലഭിച്ചിട്ടില്ല. ഭവതി ചെയ്തതുപോലെ ഇതിലും വലിയ അഹിതം ശത്രുക്കൾക്ക് പോലും ആരും ചെയ്യില്ല. ചെയ്യേണ്ട കാലത്ത് എന്നോട് കരുണ കാട്ടാതെ സംസ്കാര സമയം തെറ്റിച്ച് ഇന്നാണോ എന്നോട് ഈ വർത്തമാനം അറിയിക്കുന്നത്? അമ്മയെപ്പോലെ എനിക്ക് വേണ്ട ഹിതങ്ങൾ അവിടുന്ന് ചെയ്തു തന്നില്ല. അങ്ങനെയുള്ള ഭവതി ഇപ്പോൾ സ്വന്തം ഹിതം മാത്രം മുൻനിർത്തി ഇപ്രകാരം പറയുവാൻ വരികയാണല്ലോ. കൃഷ്ണനോട് ചേർന്ന് നിൽക്കുന്ന അർജുനനെ ഭയമില്ലാത്തവരായി ആരുണ്ട്? ഞാൻ അവരോടുകൂടി ഈ സന്ദർഭത്തിൽ ചേർന്നാൽ ജനങ്ങൾ എന്തു പറയും? കർണൻ ഭയപ്പെട്ട് കൃഷ്ണാർജുനന്മാരോട് ചേർന്നു എന്നല്ലേ പറയുക? ഭവതിയൊന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തന്ന് ആദരിച്ച് സ്നേഹിച്ച് നടന്ന ധാർതരാഷ്ട്രനായ ആ ദുര്യോധനന്റെ ആഗ്രഹങ്ങളെ ഞാൻ എങ്ങനെ പാഴാക്കും? ശത്രുക്കളുമായി വൈര്യമുണ്ടാക്കി എന്നെ അവൻ സേവിക്കുന്നു. പശുക്കൾ ഇന്ദ്രനെ എന്ന വിധം അവൻ എന്നെ നിത്യവും നമസ്കരിക്കുന്നു. എൻ്റെ പ്രാണനാൽ ശത്രുക്കളെ എതിർക്കുവാൻ ശക്തരാണെന്നും അവൻ കരുതുന്നുണ്ട്. അവരുടെ ആശ ഞാൻ എങ്ങനെ അറുക്കും? ധാർതരാഷ്ട്ര സേവകന്മാർക്കുള്ള കാലം അടുത്തിരിക്കുന്നു. പ്രാണനെപ്പോലും ത്യജിച്ച് അതിൽ ഞാൻ ഇറങ്ങേണ്ട ഘട്ടം ആയിരിക്കുന്നു. കൃതാർത്ഥരായി പോറ്റിയ സന്ദർഭം വരുമ്പോൾ ഉപകാരം ചിന്തിക്കാതെ തെറ്റിപ്പോകുന്ന അചഞ്ചല സ്വഭാവികളാണ് ദുഷ്ടന്മാർ. രാജദ്രോഹികളായി രാജാവിൻ്റെ ചോറിൻ്റെ നന്ദി മുടക്കുന്ന പാപികൾക്ക് ഇഹവും പരവും കിട്ടുകയില്ല. അത് തീർച്ചയാകുന്നു. ഞാൻ ധാർതരാഷ്ട്രന് വേണ്ടി ഭവതിയുടെ മക്കളോട് എതിർക്കും. എൻ്റെ സകല ബലവും വീര്യവും ഞാൻ അതിൽ കാണിക്കുകയും ചെയ്യും. ഞാൻ അമ്മയോട് അനൃത്യം പറയുകയില്ല. ഭവതി എന്നിൽ ചെയ്ത പ്രയത്നവും പാഴായി വരികയില്ല. പോരിൽ അർജുനനെ കൂടാതെ അമ്മയുടെ മറ്റുള്ള മക്കളെ ആരെയും ഞാൻ കൊല്ലുവാൻ സന്ദർഭം ലഭിച്ചാലും അത് ചെയ്യുകയില്ല. ഞാൻ കൊല്ലുകയില്ല. ധർമ്മപുത്രനെയും ഭീമനെയും യമന്മാരെയും, അതായത് നകുല സഹദേവന്മാരെയും കൊല്ലാൻ സന്ദർഭമൊത്താലും ഞാൻ കൊല്ലുകയില്ലെന്ന് ഉറപ്പു തരുന്നു. യുധിഷ്ഠിര ബലരിൽ അർജുനനുമായി ഞാൻ ഏറ്റുമുട്ടും. പോരിൽ അർജുനനെ കൊന്നാൽ എൻ്റെ ജന്മം സഫലമാകും. അല്ലെങ്കിൽ സവ്യസാചി എന്നെ വധിച്ച് യശസ്വിയായി മാറും. ഭവതിയുടെ 5 മക്കൾ ഒരിക്കലും മരിക്കുകയില്ല. പാർത്ഥൻ മരിച്ചാൽ അവർ സകർണന്മാരായ പാണ്ഡവന്മാരാകും. അതായത് ഞാൻ കൂടി ചേർന്നുള്ള പാണ്ഡവന്മാർ ആകും. ഞാൻ മരിച്ചാൽ അർജുനനാന്വിതരായ പാണ്ഡവന്മാരായി തന്നെ നിലകൊള്ളും. ഇപ്രകാരം കർണൻ പറഞ്ഞത് കേട്ട് കുന്തി ദുഃഖത്തോടുകൂടി വിറച്ചു. ധീരനായി നിശ്ചലനായി നിൽക്കുന്ന തൻ്റെ പുത്രനെ കർണനെ ഗാഠമായി കെട്ടിപ്പിടിച്ചുകൊണ്ട്, കർണ, നീ പറഞ്ഞ പോലെ വരും. കുരുക്കളൊക്കെ നശിക്കും. അങ്ങനെ തന്നെ എല്ലാം ഭവിക്കും. ദൈവം ബലമുള്ളതല്ലേ? യുദ്ധത്തിൽ 4 സഹോദരന്മാർക്കും അഭയം നൽകിയെന്ന് നീ ധരിക്കണം. അനാമയം സ്വസ്തി എന്ന് കുന്തി കർണനോട് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് കർണൻ കുന്തിയോട് മറുപടിയും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവർ 2 പേരും പിരിഞ്ഞു.